അപ്പോൾ നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നൈസായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. രസമല്ലേ? നൈസല്ലേ? എങ്ങനെയുണ്ട്? നമ്മുടെ നാഷണൽ പാർക്കുണ്ട്, മുംബൈ നാഷണൽ പാർക്കിൽ ആ ഒരു ഏരിയയിൽ തടാകം കണ്ടില്ലേ? ആ തടാകത്തിൻ്റെ ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ കറങ്ങി വന്നപ്പോൾ കിട്ടിയ ഒരു അസൽ വിഷ്വലാണ്. ഞങ്ങൾ 2 മലയാളീസിനെ കണ്ടു. വേണ്ട, അപ്പോൾ കാണാം. ഓക്കെ, ബൈ ബൈ. നമ്മൾ നാട് വിട്ടിറങ്ങിയാലും എവിടെ ചെന്നാലും ഇടയ്ക്ക് നമ്മുടെ നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 നാട്ടുകാരെ കണ്ടു. കൊല്ലങ്കാരാണ്, ഇവിടെ IT-യിൽ എന്തോ വർക്ക് ചെയ്യാനവർ. അപ്പോൾ ഞാനിങ്ങനെ കണ്ട് സംസാരിച്ച് അവരോട് സന്തോഷമൊക്കെ പങ്കുവെച്ച് കുറേ നേരമായില്ല മുറി ഹിന്ദിയൊക്കെ പറയുന്നു. അപ്പോൾ കുറച്ച് നേരം മലയാളം പറയാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ എന്നൊക്കെ? ഒരു മിനിറ്റേ, ഞാൻ ആ രസം നിങ്ങൾ ഇങ്ങനെ കാണിക്കണ്ടേ? ഞാൻ തിരിച്ചപ്പോഴാണിത് കാണുന്നത് ബാക്കിൽ. നൈസല്ലേ? എന്താ രസം! ചില സാധനങ്ങൾ ഇങ്ങനെയാണ്, അപ്രതീക്ഷിതമായിട്ടേ വന്ന് പെടുള്ളൂ. ദേശീയ കലാകാരനാണ് നമ്മുടെ പ്രകൃതി. അതുപോലെ വരച്ചളി താഴെ കണ്ട. ഇതൊക്കെ അങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ രസമായിരുന്നു. ഞാൻ ഈ കാണുന്ന വിഷ്വൽ അങ്ങനെ തന്നെ ആണ് വരുന്നതെങ്കിൽ നമ്മൾ വീഡിയോ പൊളിക്കും. ഇതങ്ങനത്തെ കണ്ടോ? അതാണ് നമ്മൾ ആദ്യം എടുത്ത ലേക്കിൻ്റെ ഏരിയ. നൈസല്ലേ? ആ വെള്ളത്തിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ? അലയടിക്കുന്ന വെള്ളത്തിൻ്റെ ബ്യൂട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ജങ്കാറിൻ്റെ വീഡിയോ കണ്ടില്ലേ? അത് ഭയങ്കര രസമല്ലായിരുന്നു? അതുപോലെ വേണ്ട റിഫ്ലക്ഷൻ കണ്ട ഇതിലേക്ക് വന്നപ്പോൾ സൂര്യൻ്റെ റിഫ്ലക്ഷൻ നല്ല നൈസല്ലേ നോക്കി? വേണ്ട വേണ്ട രണ്ടാളെത്തിയാൽ പിടിക്കാൻ പറ്റാത്ത അത്ര വലിയ മരം. ഒരു മിനിറ്റ്, അങ്ങനെ. അപ്പോൾ നല്ല രസമായിട്ടുള്ള കണ്ട ഇതവിടെ നമ്മുടെ നാട്ടിൽ പണ്ട് ഈ പൂ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ അധികം പേരുടെ വീടുകളിൽ സാധനം കാണാറില്ല. കണ്ട് കണ്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർ ഇതൊക്കെ വെട്ടി കളഞ്ഞു കാടാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് അല്ലേ? ഇനി കണ്ടോ അവർ സൈക്കിളിൽ വരുമ്പോൾ ഉള്ള ബ്യൂട്ടി ഉണ്ടോ? നൈസല്ലേ നോക്കി? ഒരു ചെറിയ പാലമാണിത്. ആ പാലത്തുമ്പോൾ കൂടെ അവർ വരുമ്പോൾ കണ്ട ആല് രസമുള്ള ആലല്ലേ? നമ്മളാ പാലത്തിൻ്റെ അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മളാ പാലത്തിലേക്ക് പയ്യെ അങ്ങോട്ട് നടക്കാം. പയ്യെ നടക്കണ്ട, കുറച്ച് സ്പീഡായിട്ട് തന്നെ നടക്കാം. നിങ്ങൾക്ക് എൻ്റെ പുറയിലുള്ള സാധനങ്ങൾ കണ്ടിട്ട് പോകാമല്ലോ. നേച്ചർ എന്ന് വെച്ചാൽ ഒരു നമ്മൾ കണ്ട വീട്ടിൽ അത്രയൊന്നുമില്ല. വെള്ളമില്ലാത്തതുകൊണ്ടേ, മഴയില്ലല്ലോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഇവരുണ്ടാക്കിയതൊന്നുമല്ല. ഇത് ഇവിടെ ഉള്ള മലയാണ്, ഇത് ഇവിടെ ഉള്ള കാടാണ്. മുംബൈ സിറ്റിയിൽ 10-15 കിലോമീറ്റർ സറൗണ്ടിൽ ഇതുപോലൊരു കാട്. വൺ സൈഡ് 7 കിലോമീറ്ററാണ്.
താനെയൊക്കെ പോകുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഒന്ന് ആലോചിക്കേ, അപ്പം അത്രയും ഏരിയയിൽ ഇങ്ങനൊരു കാടുണ്ടെങ്കിൽ ചുറ്റും കാടായിരുന്നിരിക്കണ്ടേ ഒരു കാലത്തിൽ, അല്ലേ? അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഷോട്ടാണിത്. വേണ്ട വരണ്ടേ. അപ്പോൾ എന്ത് ഭംഗിയായിരുന്നിരിക്കണം അല്ല. ഇപ്പം നമ്മൾ കണ്ട കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പകുതിയും ഇങ്ങനത്തെ കാടായിരുന്നു, അല്ലെങ്കിൽ കണ്ടൽക്കാടുകളായിരുന്നു. അപ്പോൾ എന്ത് ഭംഗി ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? എൻ്റെ കുട്ടികൾ വണ്ടി ഓടിച്ചിട്ട് വന്നോ സൈക്കിള്. അപ്പോൾ എന്ത് മനോഹരമാണെന്ന് നോക്കിയല്ലേ. അപ്പോൾ ചിന്തിക്കണ്ടേ, ഇതിൻ്റെ മുകളിലേ ഇവിടെ ലിയോപാഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചിലപ്പോഴൊക്കെ വന്നിരിക്കണ്ടാവും, കഴുത്തിൽ വന്ന് അള്ളി പിടിച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുള്ളൂ. പക്ഷേ ഇവന്മാർ തീറ്റയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ സമയങ്ങളിലൊന്നും ഇത് പുറത്തിറങ്ങൂല എന്ന് തന്നെയാണ് അവർ പറയണത്. പുറത്തിറങ്ങൂല എന്ന് അവർക്ക് അറിഞ്ഞൂടല്ലോ, നമുക്ക് എഴുതി വെച്ചാൽ നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. നമ്മൾ കാടൻ വഴി അട്ടയുണ്ടാവും, കുഴപ്പമില്ല. ഞാൻ മറ്റേ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയോണ്ട് ഷൂ ഇട്ടിട്ട് ഇറങ്ങിയ. ഞാൻ സാധാരണ പൂമ്പാറ്റെ പൂമ്പാറ്റെ പോയി ചൊല്ലാമോ ചുറ്റു പൂങ്കാറ്റ് നീലക്കണ്ണുള്ള കാമുകനോട് കണ്ണുള്ള. അപ്പോൾ അല്ല ഇല്ലിയൊക്കെ ഉണ്ട്. ഇല്ലി പിന്നെ കാട്ടിൽ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സാധനമുണ്ട്, പണ്ട് കൊന്നപ്പത്തിൽ ഊരി അടിക്കുന്ന പറയും കാരണന്മാർ. അപ്പോൾ അത് കാണലുമില്ല അടിയില്ല. ഒരു കലാകാരനെ കണ്ടോ? എന്താ നൈസ് കലാവിരുതല്ലേ. നമ്മളധികം കാണാത്തൊരു ചെടിയാണത്. ഇത് കൊള്ളാം. ഇത് പണ്ടുണ്ട്, ഇതൊരു പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്, നല്ല രസമുള്ളൊരു ചെടിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാഴ്ച ഒന്നും കണ്ടാക്കിയല്ലോ. അവനങ്ങ് പോയി കഴിഞ്ഞു. വേണ്ട, ആ സൂര്യൻ്റെ ഒരു സാധനമൊക്കെ താഴേക്ക് വീണ് നല്ല രസമായിട്ട്. നൈസല്ലേ, അടിപൊളിയല്ലേ. നമ്മൾ ഇത്രയും കണ്ട കാഴ്ചയുടെ മറ്റൊരു നേർക്കാഴ്ച. ഈ ഏരിയയാണ് മുഴുവനായിട്ട് ഒപ്പിയെടുത്ത് വെച്ചാൽ മനസ്സിനൊരു സമാധാനം. നൈസല്ലേ. അപ്പം നമ്മൾ എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിപ്പിച്ചു അല്ലേ. അപ്പം നല്ല രസമുള്ള ഒരു ഡെസ്റ്റിനേഷൻ കൂടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം മുമ്പ് വന്നിരുന്നപ്പോൾ ആദ്യമായി കണ്ട ഒരു കാഴ്ചയുണ്ട് ഇവിടെ. ഈ കാഴ്ച കണ്ടിട്ടാണ് ഞങ്ങളിവിടെ ആദ്യം വന്നിരുന്നത്, നടന്ന് ക്ഷീണിച്ചപ്പോൾ. പക്ഷേ
ചുറ്റും നോക്കിയപ്പോഴാണ് അതിലും മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോയിലേക്ക് മുഴുവൻ പോയത്. നമ്മൾ ഈ സ്ഥലം ഒന്നുകൂടി കാണിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു.